നമുക്ക് നമ്മളിപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സിൽ 3 കാര്യങ്ങൾ പഠിച്ചു. 3 പ്രോസസ്സുകൾ, അതായത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, പിന്നെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്. അങ്ങനെ 3 പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിൽ ഓരോന്നിൻ്റെയും കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഇനി 2 പ്രോസസ്സും കൂടി ഉണ്ട്. നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ്സും ഉണ്ട്, അതേപോലെ പോളിട്രോപിക് പ്രോസസ്സും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ ഈ 3 തിയറി നോക്കിയതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ പ്രോബ്ലം നമ്മൾ വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഏതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോസസ്സ് എന്നുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്പെക്റ്റീവായിട്ടുള്ള ഇക്വേഷൻസ് കൊടുത്ത് നമ്മളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതാണ് ഇതിൽ ഇത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊരു 5 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ. PVT റിലേഷൻ, വർക്ക് ഡൺ ഇക്വേഷൻ, പിന്നെ അതേപോലെ ഇൻറ്റേർണൽ എനർജി, ടോട്ടൽ എനർജി, പിന്നെ എന്തായിരുന്നു എൻതാൽപ്പി. ഇങ്ങനെ ഈ 3 കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ്. അത്രയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോ ഇതിലും ഇപ്പോൾ 4-5 നമുക്ക് പ്രോബ്ലത്തിൽ ഇതിലിപ്പോൾ 4 തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ടോട്ടലാണെന്നുണ്ടെങ്കിൽ 5 ഇക്വേഷൻസിന് 5 ഇക്വേഷൻസും കൊടുത്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. എ സർട്ടൻ ഗ്യാസ് ഒക്യുപ്പൈസ് എ സ്പേസ് ഓഫ് 0.3 മീറ്റർ ഓഫ് എ പ്രഷർ ഓഫ് 2 ബാർ. അപ്പോൾ ഒരു സെർട്ടൈൻ ഗ്യാസ് അത് ഒക്യുപ്പൈസ് ചെയ്യുന്ന സ്പേസ് 0.3 മീറ്റർ സ്പേസ്, അതായത് 0.3 മീറ്റർ ക്യൂബ് ആയിരിക്കും. 0.3 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിൽ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എത്ര? 0.3 മീറ്റർ ക്യൂബ് സ്പേസിലാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം. ഓക്കെ, അറ്റ് എ പ്രഷർ ഓഫ് 2 ബാർ. പ്രഷർ എന്താണ്? 2 ബാറാണ്. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഓഫ് 77 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 77 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ വോളിയം എന്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അൺടിൽ ദ പ്രഷർ ഈസ് 7 ബാർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാർ ഉണ്ടായിരുന്ന പ്രഷർ 7 ബാർ ആകുന്നത് വരെ നമ്മളതിനെ ഹീറ്റ് ചെയ്തു. എങ്ങനെ? കോൺസ്റ്റൻറ്റ് വോളിയം കണ്ടീഷൻ വെച്ചിട്ട്. ഡിറ്റർമൈൻ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്കത് PVT റിലേഷൻ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. മാസ് ഓഫ് ദ ഗ്യാസ് M എത്രയാണെന്നുള്ളത് അത് നമുക്ക് ഇൻറ്റേർണൽ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെന്താ? ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡ്യൂറിങ് ദ പ്രോസസ്സ് അതും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പിന്നെ തന്നിട്ടുള്ള എന്താ? അസ്യൂം കോൺസ്റ്റൻറ്റ് പ്രഷർ, അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.005 കിലോ ജൂൾ പെർ kg കെൽവിൻ. അതേപോലെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 0.712 കിലോ ജൂൾ പെർ kg കെൽവിൻ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? CP - CV ആണ്. അപ്പോൾ ഇത് എത്ര തന്നിട്ടുള്ളത്? 287 ജൂൾ പെർ kg കെൽവിൻ എന്നാണ് തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് കിലോ ജൂളിലാണ്. അപ്പോൾ 1000 1.005 എന്ന് പറയുന്നത് എന്താവും? 1005 ആയിരിക്കും അല്ലേ? 1005 കിലോ ജൂൾ പെർ kg കെൽവിൻ. അതേപോലെ 0.712 എന്ന് പറയുന്നത് കിലോ ജൂൾ എന്ന് പറയുമ്പോൾ 712 ജൂൾ പെർ kg കെൽവിൻ. അപ്പോൾ CP - CV കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. അപ്പോൾ 6 വാല്യൂ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്ത്? അത് ജൂളിൽ തന്നിട്ടുണ്ട് 287 ജൂൾ പെർ kg കെൽവിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഇതും നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻസ് ടു റിമെമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക്. നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ PVT റിലേഷൻഷിപ്പിൽ നമ്മൾ എന്താ പറഞ്ഞുള്ളത്? നമ്മൾ എന്താ? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. PVT റിലേഷൻഷിപ്പ് എന്തായിരുന്നു? PV/T അല്ലേ? P1 V1/T1 = P2 V2/T2. അതിൽ V1 = V2 ആയതുകൊണ്ട് നമ്മളതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് P1/T1 = P2/T2. അത് വെച്ചിട്ട്, അതായത് PT ഈസ് എ കോൺസ്റ്റൻറ്റ്, ആ ഒരു ടേം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ് T2 കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? നമുക്കിവിടെ P1 തന്നിട്ടുണ്ട്, പിന്നെന്താ T1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട് നമുക്ക് പ്രോബ്ലത്തിൽ. അപ്പോൾ നമുക്കതെടുത്ത് എഴുതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വർക്ക് ഡൺ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഇതിപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടില്ല, ഞാൻ ആ ഇക്വേഷൻസ് എഴുതി വെച്ചാണ്. വർക്ക് ഡൺ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് അല്ലേ? ഒരു ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കോൺസ്റ്റൻറ്റ് വോളിയമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് MCV T2 - T1. ഹീറ്റ് ട്രാൻസ്ഫർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് നമ്മളോട് മാസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് ചേഞ്ച് ഇൻ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് MCP T2 - T1. അപ്പോൾ ഇതിൽ CP CV നമുക്ക് തന്നിട്ടുണ്ട്. ഇനി M ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ,
നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഓരോ വാല്യൂസും നമുക്ക് എടുത്ത് എഴുതാം, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, എ സെർട്ടൈൻ ഗ്യാസ് ഒക്യുപ്പൈസ് എ സ്പേസ് ഓഫ് 0.3 മീറ്റർ ക്യൂബ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എത്ര 0.3 മീറ്റർ ക്യൂബ്. അപ്പോൾ V1 നമുക്ക് തന്നിട്ടുണ്ട്, അത് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് തന്നെ നമുക്ക് എഴുതാം, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്, അതായത് V1 = V2. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് V1 = V2 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 0.3 മീറ്റർ ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ അറ്റ് എ പ്രഷർ ഓഫ് 2 ബാർ, പ്രഷർ എത്രയാണ് P1 എത്രയാണ് P1 നമുക്ക് തന്നിട്ടുണ്ട് 2 ബാർ, അതായത് എത്രയാണ് 2 × 10⁵ Nm/m². ഓക്കെ, ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × 10⁵ Nm/m² ആണ് കൊടുക്കേണ്ടത്. ഇനി ടെമ്പറേച്ചർ T1 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 77 ഡിഗ്രി സെൽഷ്യസ്. നമുക്കതിനെ കെൽവിനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര 77 പ്ലസ് നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക എത്രയായിരുന്നു 273 അല്ലേ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വയ്ക്കണം. 7 + 273 വരുമ്പോൾ 77 പ്ലസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 350 കിട്ടും. ഓക്കെ, 350 കെൽവിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കുക. മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തു, ബാറിനെ നമ്മൾ മീറ്ററിൻ്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തു, ടെമ്പറേച്ചറിനെ നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് പിന്നെ എന്താ അൺടിൽ ദ പ്രഷർ ഈസ് 7 ബാർ. P2 തന്നിട്ടുണ്ട്, P2 എത്രയാണ് 7 ബാർ, അതായത് 7 × 10⁵ Nm/m². ഓക്കെ, അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. എന്താണ് ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ്. ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 കണ്ടുപിടിക്കണം. ഓക്കെ, T2 കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വി നോ ദാറ്റ് പി വി ടി റിലേഷനിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് നമുക്ക് എന്താ അറിയാം, PVT റിലേഷൻ ഇൻ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ നമുക്ക് എന്താ അറിയാം, അതായത് V1 = V2 ആണ്. അപ്പോൾ P1/T1 = P2/T2. ഓക്കെ അല്ലേ, അതായത് PVT റിലേഷൻ. അപ്പോൾ അതെന്താ നമ്മൾ PV/T ആണ് നമ്മൾ എടുക്കാറുള്ളത്. PV/T ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട്, അപ്പോൾ P1/T1 = P2/T2. അപ്പോൾ അതിൽ നമ്മൾ V1 V2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തെഴുതും. അപ്പോൾ നമുക്കിതിലിപ്പോൾ എല്ലാ P1 അറിയാം, P2 അറിയാം, T1 അറിയാം. ആ വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P1 എത്രയാണ് നമ്മുടെ 2 × 10⁵. ഓക്കെ, T1 എത്രയാണ് 350 കെൽവിൻ. ഓക്കെ, P2 എത്രയാണ് 7 ബാർ, അപ്പോൾ × 10⁵. T2 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. T2 എന്ന് പറയുന്നത് അൺനോൺ ടൈമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ T2നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ലേ കണ്ടുപിടിക്കേണ്ടതിന് നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. നമ്മൾ കണക്ക് സാധാരണ ചെയ്യുന്നത്. ഞാൻ എന്താ എഴുതി T2 എന്നോട് എഴുതി, T2 കൊണ്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ഇത് മുകളിലേക്ക് പോകും അല്ലേ, ഓപ്പോസിറ്റ് ഈക്വലിനെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 7 × 10⁵ × 350 / 2 × 10⁵. ഓക്കെ, അപ്പോൾ നമ്മളത് കാൽക്കുലേറ്ററിൽ ചെയ്യാം. 10⁵ ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ 10⁵ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ ചെയ്ത് വന്നാൽ മതി, അപ്പോൾ പിന്നെ തെറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2 × 10⁵ എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 × 10 അടിക്കുക, 2 the power അടിക്കണമെന്ന് വേണ്ട, അത് ഇവിടെ വേണ്ട ഈ ചിഹ്നം. അത് ഓരോ കാൽക്കുലേറ്ററിൽ വേറെ ഇതായിരിക്കും. ഇപ്പോൾ ഈ മോഡലിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 × 10 ഇത് 10⁵ ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ വന്നു, കണ്ട. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ഓരോ ടൈമും എടുക്കുക. അപ്പോൾ 7 × 10⁵, 7 × 10⁵, പിന്നെ എത്ര × 350 / അപ്പോൾ ഡിവൈഡഡ് ബൈ കൊടുക്കുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കണം. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ എന്നാലേ ആൻസർ കറക്റ്റ് ആവുള്ളൂ. 2 × 10⁵, അല്ലെങ്കിൽ 2നെ ഡിവൈഡ് ചെയ്ത് പിന്നെ × 10⁵ എന്നൊക്കെ വരും. അപ്പോൾ ബ്രാക്കറ്റിൽ കറക്റ്റ് കൊടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് 1225, അതായത് 1225. അപ്പോൾ T2 നമുക്ക് കിട്ടും എത്രയാണ്, 1225 എത്രയാണ്, കെൽവിനാണത് അല്ലേ.
അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ -7 225 -273 കൊടുക്കുക. -273 952 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ നമുക്ക് T2 കിട്ടി. ഇതാണ് നമ്മുടെ T2 വാല്യൂ. ഇനി നമുക്ക് എന്താ നമ്മളോട് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അടുത്ത എന്തായിരുന്നു? മാസ് ഓഫ് ദ ഗ്യാസ്. മാസ് ഓഫ് ദ ഗ്യാസ് ആണ് രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, മാസ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഒരു യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷനിലില്ലേ PV = MRT, ഈ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിലത്തെ വാല്യൂസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ P1 V1 = M1 R1 T1 അല്ലെങ്കിൽ P2 V2 = M1 R2 T2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിലിപ്പോൾ P1 അറിയാം, V1 അറിയാം, M കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, M അവിടെ വെക്കട്ടെ. R കോൺസ്റ്റൻ്റ് ആണ്, T1 നമുക്കറിയാം അല്ലേ. നമുക്ക് ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ, നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ P1 അല്ലേ, P1 തന്നിട്ടുണ്ട്, V1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്. പിന്നെ R നമുക്കിവിടെ എഴുതി തന്നിട്ടുണ്ട് അല്ലേ, അത് നമുക്കിവിടെ എഴുതാം അല്ലേ. CP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? CP വാല്യൂ 1.005 kJ/kg Kelvin. CV വാല്യൂ 0.712 kJ/kg Kelvin. അതേപോലെ R വാല്യൂ എത്രയാണ്? 287 J/kg Kelvin. അതായത് എന്താണ്, ഇപ്പോൾ നമ്മൾ കിലോ ജൂൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 0.287 kJ/kg Kelvin. അത് ഞാനിവിടെ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് എന്താണോ നമ്മളെല്ലാം ജൂളിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എല്ലാം തന്നിട്ടുണ്ട്. R വാല്യൂ, P1 വാല്യൂ, V1 വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് കിട്ടും. P1 എത്രയാണ്? അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ 2 × 10⁵ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 എന്ന് പറഞ്ഞിട്ട് 2 ബാർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ബാർ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, തെറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ മാറ്റി ചെയ്യാൻ നിൽക്കണ്ട. ചെയ്യുമ്പോൾ എല്ലാം ത്രൂ ഔട്ട് 2 × 10⁵ എന്നുള്ളതിനെ എല്ലാവരുടെയും കൊടുത്ത് ചെയ്യാം. അപ്പോൾ അത് കണക്ക് കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ അത് വിട്ടുപോകരുത്, നിർബന്ധമായിട്ടും വിട്ടുപോകരുത്. അപ്പോൾ എന്താ? P1 എത്രയാണ്? 2 × 10⁵. ഓക്കെ, V1 നമുക്ക് തന്നിട്ടുണ്ട്. V1 എത്രയാണ്? 0.3 m3 നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 0.3 m3 അതവിടെ 0.3. V1 നമ്മൾക്ക് 0.3 m3 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 0.3. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു M നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, R വാല്യൂ നമ്മളത് ജൂളിലാണ് എഴുതേണ്ടത്. 0.287 R എന്ന് തന്നിരുന്നെങ്കിൽ നമ്മൾ ജൂളിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തിരുന്നു. അപ്പോൾ 287 J/kg Kelvin. ഓക്കെ, R നമുക്ക് തന്നിട്ടുണ്ട്. ഇനി T1 എന്ന് പറയുന്നത് നമ്മൾ എത്ര എഴുതിയുള്ളത്? T1 നമ്മൾ 350 അല്ലേ, 377 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് 350 കെൽവിൻ. അപ്പോൾ T1 ഇവിടെ എഴുതാം 350. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ M വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് M വാല്യൂ എടുത്ത് എഴുതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? M = 2 × ഇപ്പോൾ M ഇവിടെ നിൽക്കുകയാണ്, ബാക്കി ലൈനെല്ലാം ഈക്വലിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ M ഇവിടെ നിർത്തി ഇതെല്ലാം താഴ്ത്തിക്കൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ടൈം ഞാൻ ആദ്യം എടുത്ത് എഴുതി 2 × 10⁵ × 0.3. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ഇതൊക്കെ താഴ്ത്തിക്കുക. അപ്പോൾ 287 × 350 ശരിയല്ലേ. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്ററിലേ. അപ്പോൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഓരോ ടൈമും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതി ചെയ്യുക. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 × 10⁵. അപ്പോൾ അത് ആദ്യം 2 × 10⁵. അല്ലെങ്കിൽ നമ്മൾ ഓരോ ടൈമിനും ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യണം കേട്ടോ. ഈ × 10⁵ ഒക്കെ വരുന്ന സമയത്ത് ഇത് ഒറ്റ ടൈമാണ്. 2 × 10⁵ എന്നത് ഒറ്റ ടൈമാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഡിവൈഡിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ 2 വെച്ചിട്ടുള്ളത് ഒരു കണക്കായി മാറും. അപ്പോൾ നമ്മളുടെ ആൻസർ മൊത്തം മാറും. അപ്പോൾ നമ്മൾ കണക്കുകൾ ചെയ്ത് വരുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ ബ്രാക്കറ്റ് ഉണ്ട് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2 സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്താ എഴുതിയാൽ 2 × 10⁵ × 0.3. ഓക്കെ, × 0.3. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം 60,000 40. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്? 287 × 350. അപ്പോൾ അത് 100 450. ഓക്കെ, ഇത് കിട്ടി. ഇനി ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 60,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടിയ ആൻസർ. അപ്പോൾ എത്ര? 0.53 0.5973 kg. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മാസ് വന്നിട്ടുള്ളത് 0.597 kg 73 kg.
ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനിയിപ്പോൾ ഇതന്നെ നമുക്ക് P2 V2 MRT2 അങ്ങനെയും ചെയ്യാം. അപ്പോൾ P2 നമുക്ക് തന്നിട്ടുണ്ട്. P2 എത്ര 7 ബാർ അല്ലേ? P2 നമ്മളുടെ 7 ബാർ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തു. പിന്നെ V2 എന്ന് പറയുന്നത് V1 = V2 ആണ്, 0.3 തന്നെ. M നമുക്ക് കണ്ടുപിടിക്കണം. 6 നമ്മൾക്ക് എത്രയാ യൂണിവേഴ്സൽ ഇത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് 287 J/kg. T1 ഇത് P2 V2 T2 ആകുമ്പോൾ T2 നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു അല്ലേ, 952 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് P1 V1 = MRT2. അതായത് സിമിലർലി നമുക്ക് എന്താ എഴുതാം, P2 V2 = MRT2 എന്നുള്ള കൺസെപ്റ്റിലും നമുക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാസ് കിട്ടി. ഇനി അടുത്തത് എന്താ, മൂന്നാമത്തെ എന്താ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അതായത് യു വാല്യൂ, യുവിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, mCV T2 - T1. ഓക്കെ, mCV T2 - T1. എം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. CV വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.712 കിലോ ജൂളാണ്. അപ്പോൾ നമ്മളതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. T2 - T1. T1 നമുക്കിവിടെ തന്നിട്ടുണ്ട്, T2 നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്ര, U = mCV T2 - T1. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ എഴുതുന്നത്, എം നമുക്കിപ്പോൾ കിട്ടി 0.5973. CV വാല്യൂ നമുക്ക് എത്ര 0.712 ആണ്. CV വാല്യൂ നമുക്ക് 0.712 kJ/kg കെൽവിനാണ്. നമുക്കത് എഴുതേണ്ടത് എത്ര, ജൂളിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻറ്റു 1000, അതായത് 712 അല്ലേ. കിലോ ജൂളിനെ ജൂളിലേക്ക് ആക്കാൻ ഇൻറ്റു 1000 അല്ലേ, 712 J/kg കെൽവിൻ. ഓക്കെ, അതായത് 1 കിലോ ജൂൾ = 1000 ജൂൾ. ഓക്കെ, അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയത്. അപ്പോൾ 0.5973. പിന്നെ CV എന്ന് പറയുന്നത് 712. പിന്നെ T2 നമുക്കിപ്പോൾ കിട്ടിയത് 952. T1 നമ്മൾ കഴിഞ്ഞതിൽ എത്ര എഴുതിയ 350 അല്ലേ, 350. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് അതേപോലെ തന്നെ എഴുതാൻ പഠിക്കുക കേട്ടോ, ബ്രാക്കറ്റുള്ളത്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, നമ്മൾ എഴുതുമ്പോൾ എന്താ 0.5973 × 712 712 ഇൻറ്റു. ഓക്കെ, അതുകൊണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, കണ്ടോ അവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം എഴുതാൻ, അല്ലെങ്കിൽ കണക്ക് ശരിയാവില്ല. 952 - 350. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര കിട്ടി, 256 2,56,17. എത്ര ഇൻറ്റേർണൽ എനർജിയാണ് നമ്മളുടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇൻറ്റേർണൽ എനർജി 952. അപ്പോൾ ഇവിടെ ഒരു ഇത് 952 ഇതാണ് കേട്ടോ, ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ഇതെത്രയാണ്, ഇത് രണ്ടും കെൽവിനിലാണ് വേണ്ടത്. അപ്പോൾ T1 T2 നമുക്കെന്താ ഇൻ കെൽവിനിലാണ് വേണ്ടത്. മിസ്റ്റേക്ക് അല്ലേ, നമ്മൾ എഴുതിയത് ശരിയായില്ലല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 0.5973 ആസ് ഇറ്റ് ഈസ്. അതേപോലെ 712 J/kg കെൽവിൻ. ഓക്കെ, ഇത് 952 അല്ല എടുക്കേണ്ടത്, കെൽവിനാണ് എടുക്കേണ്ടത് അല്ലേ, നമ്മൾ ശ്രദ്ധിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വാല്യൂസ് എല്ലാം നമ്മൾ എഴുതേണ്ടത് കെൽവിനിലാണ്. ഞാൻ പെട്ടെന്ന് അത് കെൽവിനാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്, 1225 കെൽവിൻ - 350 നമ്മൾ കെൽവിൻ തന്നെ എടുത്തു. 77 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിൽ എടുത്തു. പക്ഷേ ഈ 952 എന്നുള്ളത് കെൽവിനിൽ അല്ല, നമ്മൾ അത് സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടി എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് 0.5973 × 712 × 1225 - 350 37. സെയിം 3,72,117. അപ്പോൾ അതിനെ നമ്മൾ ഇത് എന്താ പറയുക, നമ്മളുടെ യൂണിറ്റിലേക്ക് ഇൻറ്റേർണൽ എനർജി യൂണിറ്റ് എന്താണ് നമ്മളുടെ ജൂളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്താ നമ്മൾ എഴുതേണ്ടത്, ഇപ്പോൾ കിട്ടിയ വാല്യൂ 3,72,117.9 ജൂൾ. ഓക്കെ, ഇനി അതിനെ കിലോ ജൂളിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, U = അപ്പോൾ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് അതിൻ്റെ കിലോ ജൂൾ ആകുമ്പോൾ 1000 ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പം 372.117 കിലോ ജൂൾ അല്ലേ. ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കുക, ഇതിപ്പോൾ എത്രയും ജൂളാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് എത്ര 1000 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക 372.117. അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എഴുതി നോക്കാം. 372.372.117.9 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 372.117 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എനർജി കിട്ടി. പിന്നെ ഈ സിമിലറിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, എൻതാൽപ്പി ചോദിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ എൻതാൽപ്പി MCP. അപ്പോൾ അതും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ചേഞ്ച് ഇൻ എൻതാൽപ്പി എത്രയാണ്, 4 അല്ലേ. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഇവിടുത്തെ എന്താണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇത് മൂന്നാമത്തെ. ഇവിടുത്തെ ചേഞ്ച് ഇൻ എൻതാൽപ്പി. അപ്പോൾ ചേഞ്ചിന് ഇത് ഇവിടെ ഡി യു. അപ്പോൾ ഇവിടെ എഴുതാണെന്നുണ്ടെങ്കിൽ DH അതെ. ചേഞ്ച് ഇൻ എനർജി DU എന്നാണ് എഴുതേണ്ടത്. നമ്മൾ യു എന്നാണ് പറഞ്ഞു പോയത്. ഓക്കെ, കുഴപ്പമില്ല. ചേഞ്ച് ഇൻ എൻതാൽപ്പി DH, അതായത് MCP സെയിം തന്നെ T2 - T1. ഓക്കെ, അപ്പോൾ M വാല്യൂ നമുക്കറിയാം എത്രയാണ്, 0.5973 നമ്മൾ കഴിഞ്ഞതിൽ എഴുതിയത്. ഇനി CP വാല്യൂ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്, CP വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാണ് 1.005 കിലോ ജൂൾ പെർ kg കെൽവിൻ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ജൂളിക്ക് ആക്കുമ്പോൾ എത്രയാണ് കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ജൂളാണ്. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഇത് കിലോ ജൂളിൻ്റെ എത്ര ജൂൾ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര mm ആണ്, 10 mm ആണ്. അതേപോലെ നമ്മൾ ഒരു കിലോ ജൂൾ എന്ന് പറയുന്നത് 1000 ജൂളാണ്. അപ്പോൾ 1.005 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ ജൂളിനെ ജൂളിക്ക് കൺവേർട്ട് ചെയ്യാൻ ×1000. ഓക്കെ, അപ്പോൾ എത്രയാണ് ×1.005 അല്ലേ. 1.005 അതായത് ഇതിപ്പോൾ എത്രയാണ് കിലോ ജൂളല്ലേ. പിന്നെ ഞാനിവിടെ എഴുതാം, ജസ്റ്റ് 1000 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ 1 പോയിൻ്റ് ഇട്ട കാരണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എത്രയായി, ജൂളായില്ലേ. T2 - T1. T2 എത്രയാണ്, T2 നമുക്ക് ഇപ്പോൾ കിട്ടിയത് 1225 കെൽവിൻ മൈനസ് മറ്റേ T1 350 കെൽവിൻ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഒന്നുകൂടി എഴുതാം. 0.5973 × 1005 അല്ലേ. ഇത് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഈ 3 0 എക്സ്ട്രാ വരുമ്പോൾ പോയിൻ്റ് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, 1005 × 1225 മൈനസ് 350. അപ്പോൾ ഇത് ഇൻ ടൈംസ് നമ്മൾ കെൽവിനിൽ തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചെയ്തപ്പോൾ അത് സെൽഷ്യസിൽ എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1225 മൈനസ് 350 ചെയ്തു. നമ്മൾ ഓരോ ഇതിൽ 0.5973 × 1005 × ആൻസർ. ഓക്കെ, നമുക്ക് 525,250.68 ജൂൾ വന്നു. ഓക്കെ, ജൂള് ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ DH എന്താ എഴുതി, അതിനെ ജൂളിനെ കിലോ ജൂളാക്കാൻ 1000 കൊണ്ട് ഹരിക്കുക അല്ലേ. ജൂളിനെ കിലോ ജൂളാക്കാൻ 1000 കൊണ്ട് ഇത്രയും കിലോ ജൂളുണ്ടെങ്കിൽ എത്ര കിലോ ജൂളുണ്ടാവും. അപ്പോൾ എത്രയാണ് ഡിവൈഡഡ് ബൈ 1000 ആകുമ്പോൾ എത്രയാണ്, ഇപ്പോൾ ഞാനിവിടെ 525,250.68 ഡിവൈഡഡ് ബൈ 1000 കിലോ ജൂൾ, അതായത് 525.250 കിലോ ജൂൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഉത്തരം, ഒരു കണക്ക് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ അത് അടുത്ത ഇതാണ്. നമ്മൾ കഴിഞ്ഞത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയിരുന്നു. ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോബ്ലം വായിക്കാം. 0.15 മീറ്റർ ക്യൂബ് ഓഫ് എ ഗ്യാസ് അറ്റ് 10 ബാർ. ഓക്കെ, 10 ബാറിൽ ഉള്ള ഒരു പ്രഷറിലുള്ളത് 0.15 മീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയം 0.15 മീറ്റർ ക്യൂബിലുള്ള ഗ്യാസ് അറ്റ് 10 ബാർ പ്രഷർ റിസീവ്സ് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ 10 ബാറിലാണ് നിൽക്കുന്നത്. 0.15 മീറ്റർ ക്യൂബ് വോളിയം ഉണ്ട്, അതിലേക്ക് ഹീറ്റ് കൊടുത്തു. എങ്ങനെ കൊടുത്തു, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ. അൺടിൽ ദ വോളിയം ബിക്കെയിംസ് 0.30 മീറ്റർ ക്യൂബ്. അതായത് 0.15 മീറ്റർ ക്യൂബിൽ നിന്ന് ഹീറ്റ് കൊടുത്തപ്പോൾ 0.30 മീറ്റർ ക്യൂബായി, അതായത് കൂടി.
വോളിയം കൂടി. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഈസ് 200 ഡിഗ്രി സെൽഷ്യസ്, 200 ഡിഗ്രി സെൽഷ്യസ് ആണ് T1. ആൻഡ് CP 1 കിലോ ജൂൾ പെർ kg Kelvin ആൻഡ് CV 0.714 കിലോ ജൂൾ പെർ kg Kelvin. ഫൈൻഡ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഗ്യാസ്, അതായത് DU കാണണം. എക്സ്റ്റേണൽ വർക്ക് ഡൺ W കണ്ടുപിടിക്കണം, W12 കണ്ടുപിടിക്കണം. അതേപോലെ ചേഞ്ച് ഇൻ എൻതാൽപ്പി, നമ്മുടെ DH എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ എന്തായിരുന്നു PVT റിലേഷൻ, അതായത് PV/T എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് നമ്മളെന്ത് ചെയ്തു, നമ്മളെന്താ ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ആയതുകൊണ്ട് P1 = P2 ആണ് അല്ലേ. PV/T എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് അതാണ് നമ്മുടെ റിലേഷൻ, PVT റിലേഷൻഷിപ്പ്. അതിൽ നിന്ന് PV/T P2 V2/T2 എന്നാണ്. അപ്പോൾ അതിൽ P1 = P2 ആയതുകൊണ്ട് എന്ത് കിട്ടി, നമ്മളെന്ത് എഴുതും, P1 V1/T1 = P2 V2/T2 എന്ന് എഴുതിയത്. നമ്മൾ P1ഉം P2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ V1/T1 = V2/T2 അല്ലേ. P1 V1 എന്നുള്ളത് P1ഉം P2ഉം ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മളെന്ത് എഴുതി, V1/T1 = V2/T2 അതെഴുതി. ഓക്കെ, ഇനി വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്, MR T2 - T1. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP - CV. അപ്പോൾ നമുക്കിവിടെ CP CV തന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് R വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ M വാല്യൂ തന്നിട്ടില്ല. M വാല്യൂ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ കണ്ടുപിടിച്ച പോലെ തന്നെ PV = MRT എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് M കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ W കണ്ടുപിടിക്കണം. പിന്നെ എന്താ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷനാണ് MCV T2 - T1. അതിവിടെ ചോദിച്ചിട്ടുണ്ട്. വർക്ക് ഡണ്ണും ചോദിച്ചിട്ടുണ്ട്. ഇനി ΔQ ടോട്ടൽ ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് എത്രയാണെന്നുള്ളത് അതിൻ്റെ ഇക്വേഷനാണ്. അത് എന്താണ്, ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ഡൺ, അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയും അതേപോലെ ടോട്ടൽ വർക്ക് ഡൺ, അതാണ് അതിൻ്റെ സമ്മേഷൻ. അപ്പോൾ നമ്മൾ MCV T2 - T1 ആണ് എന്ത് DU, MR T2 - T1 ആണ് എന്ത് വർക്ക് ഡൺ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുത്തിട്ട് ഈ CP - CV എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അല്ലേ നമ്മളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡെറിവേഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ MCV T2 - T1 പ്ലസ് MR T2 - T1. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താ, M T2 - T1, M T2 - T1. അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കിയുള്ള എന്താ CV + R അല്ലേ, CV + R വരും. അതായത് നമുക്കെന്താ പറയുക, CP - CV = R എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, CV ആറും ബാക്കിയുള്ളതെല്ലാം കോമൺ ടൈമാണ്. MT2 - T1ഉം MT2 - T1ഉം കോമൺ ആണ്. ബാക്കിയുള്ള CV + R വരുമ്പോൾ CV + R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP = CV + R അല്ലേ. R ഇവിടെ നിർത്തി CV അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ CV + R. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് എഴുതി, MCP T2 - T1 എന്ന് എഴുതി. ഓക്കെ, അതേപോലെ ചേഞ്ച് ഇൻ എൻതാൽപ്പിയുടെ ഇക്വേഷൻ സെയിം തന്നെയാണ്, എന്താണ് MCP T2 - T1. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻസ് ഇത്രയും അറിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ചോദിച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി T2 - T1. നമുക്ക് തന്ന വാല്യൂസ് ആദ്യം ഇവിടെ നിന്ന് എഴുതാം. അപ്പോൾ എത്രയാണ്, V1 തന്നിട്ടുണ്ട്, എത്രയാണ് 0.15 m3. ഓക്കെ, പിന്നെ P1 തന്നിട്ടുണ്ട്, എത്രയാണ് 10 ബാർ, അതായത് 10 × 10⁵ Nm/m². പിന്നെന്താ, P1 = P2 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് തന്നിട്ടുണ്ട്. ദ വോളിയം ബിക്കംസ് V2 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 0.30 m3 എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 200 ഡിഗ്രി സെൽഷ്യസ്, അതായത് 200 + 273 കെൽവിൻ. 200 + 273 കെൽവിൻ എന്ന് പറയുമ്പോൾ 473 കെൽവിൻ. പിന്നെ നമുക്ക് CP തന്നിട്ടുണ്ട്, CV തന്നിട്ടുണ്ട്, അപ്പുറത്ത് എഴുതാം. CP നമുക്ക് 1 കിലോ ജൂൾ അല്ലേ, CP 1 കിലോ ജൂൾ പെർ kg കെൽവിനും CV 0.714 കിലോ ജൂൾ പെർ kg കെൽവിനും. CP 1 കിലോ ജൂൾ പെർ kg കെൽവിൻ, CV 0.714 കിലോ ജൂൾ പെർ kg കെൽവിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. CP - CV, വി നോ ദാറ്റ് എന്താ, CP - CV = R, അതായത് 1 കിലോ ജൂൾ പെർ kg കെൽവിൻ മൈനസ് 0.714 കിലോ ജൂൾ പെർ kg കെൽവിൻ.
ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം. 1 - 0.714 എന്ന് പറയുമ്പോൾ 0.286 കിലോ ജൂൾ പെർ കെ ജി കെൽവിൻ. അതായത് R = എത്രയാണ്? അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ 286. അപ്പോൾ ഇൻറ്റു 1000 അല്ലേ? 0.286 ഇൻറ്റു 1000 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായി? നമ്മളുടെ ജൂൾ പെർ കെ ജി കെൽവിന് അല്ലേ? ജൂൾ പെർ കെ ജി കെൽവിൻ. അതായത് R = 286 ജൂൾ പെർ കെ ജി കെൽവിൻ. ഈ 1000 ഞാനിവിടെ കൊടുത്തത് കിലോ ജൂളിനെ ജൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. നമുക്കെന്താ T2 അറിയില്ല അല്ലേ? PVT റിലേഷൻഷിപ്പ് നമുക്കെന്താ P1/T1 = V2/T2 എന്നറിയാം. നമുക്ക് V1 ഉം V2 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്. അപ്പോൾ T2 കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? MCV T2 - T1 ആണ്. M കണ്ടുപിടിക്കണം, T2 കണ്ടുപിടിക്കണം. ഇതൊക്കെ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ M വേണമെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? M = P1V1 MRT1. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഞാനതിവിടെ എഴുതാം. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ തന്നെ നമുക്ക് എഴുതി പോകാം. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താ? ഇൻറ്റേർണൽ എനർജി DU, അതായത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ DU = എന്താ? MCV T2 - T1. അപ്പോൾ ഇതിൽ നമുക്ക് M അറിയില്ല, T2 അറിയില്ല. ഇതെല്ലാം കണ്ടുപിടിച്ചാൽ ഈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം M കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ? വി നോ ദാറ്റ് എന്താണ്? P1V1 = MRT1 അല്ലേ? PV = MRT എന്ന് പറയുന്ന ഗ്യാസ് ഇക്വേഷൻ വെച്ച് ജനറൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ P1 എത്രയാണ്? P1 നമുക്ക് തന്നിട്ടുണ്ട് 10 ബാർ. ഓക്കെ, P1 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 10 ബാർ. അപ്പോൾ ഞാനതിനെ ഇൻറ്റു 10⁵. ഓക്കെ, നമുക്കിവിടെ എപ്പോഴും Nm/m², മീറ്റർ ഇൻ ടൈംസ് ഓഫ് മീറ്റേഴ്സിലാണ്, SI യൂണിറ്റിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ Nm/m². അപ്പോൾ 10 × 10⁵ Nm/m² ഇൻറ്റു V1 എത്രയാണ്? V1 നമുക്ക് തന്നെ 0.15 m³. 0.15 m³, വിച്ച് = M നമുക്ക് അറിയില്ല. R നമ്മളിവിടെ ജൂൾ പെർ കെ ജിയിൽ എഴുതി വെച്ചിട്ട് എത്രയാണ്? 286 ജൂൾ പെർ കെ ജി കെൽവിൻ. പിന്നെ T1 നമ്മൾ എത്രയാണ്? 200 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് T1 200 ഡിഗ്രി സെൽഷ്യസ്. നമ്മളതിനെ 473 കെൽവിൻ. ഒക്കെ നമുക്ക് പ്രോബ്ലത്തിൽ നേരിട്ട് തന്നിട്ടുള്ളതാണ്. കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് M കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഞാനിവിടെ എമ്മിനെ നിർത്തി ബാക്കി എല്ലാ ടൈമിലും ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ എന്താ? 10 × 10⁵ ഇൻറ്റു 0.15 ഡിവൈഡഡ് ബൈ 286 ഇൻറ്റു 473. ഓക്കെ, അപ്പോൾ നമ്മളത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. അപ്പോൾ 10 × 10⁵. ഓക്കെ, ഞാനത് ആൻസർ കൊടുത്തു. ഇൻറ്റു 0.15 ഡിവൈഡഡ് ബൈ 286 ഇൻറ്റു 473. എനിക്ക് വരുമ്പോൾ 1. ഇത് M കേട്ടോ. M = ഓക്കെ, അപ്പോൾ എനിക്ക് M എത്ര വന്നു? M = 1.108 കിലോഗ്രാം. ഓക്കെ, kg. അപ്പോൾ M എനിക്ക് കിട്ടി, M വാല്യൂ കിട്ടി. ഇനി നമുക്ക് T2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ T2 കണ്ടുപിടിക്കാൻ എത്രയാണ്? നമുക്ക് PVT റിലേഷൻഷിപ്പ് വി നോ ദാറ്റ്. എന്താ? വി നോ ദാറ്റ് PVT റിലേഷൻ എന്താണ്? ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. P1 = P2. അപ്പോൾ വരുമ്പോൾ എന്താ? PV/T അല്ലേ നമ്മുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ വരുന്നത് P1. അപ്പോൾ V1/T1 = V2/T2. ഓക്കെ, V1 എത്രയാണ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 0.15. T1 എത്രയാണ്? കെൽവിനിൽ എഴുതിയാൽ മതി. T1 നമ്മൾ കെൽവിനിൽ എഴുതാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കെൽവിനിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. എല്ലാം കെൽവിനിൽ എഴുതാം, കണക്ക് ഉത്തരം തെറ്റും. അപ്പോൾ T1 എത്രയാണ്?
നമ്മളുടെ 400 അല്ലെ 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 473 കെൽവിൻ. V2 നമുക്കത്ര 0.30 മീറ്റർ ക്യൂബ് നമ്മളിവിടെ എഴുതിയത് 0.30 മീറ്റർ ക്യൂബ്. V2 0.30 മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ T2 നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ എത്രയാണ് T2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ബാക്കി എല്ലാ ടൈമിനെയും കണ്ടുപിടിക്കേണ്ടതിന് സമത്തിൻ്റെ ഒരു വശത്തേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ള എല്ലാ ടൈമിനും സമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക ഈക്വലിൻ്റെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തത് T2 ഈസ് ഈക്വൽ ടു 0.30 ഇൻറ്റു 473 ഡിവൈഡഡ് ബൈ 0.15. ഓക്കെ, 0.15. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടും 0.30 ഇൻറ്റു 473 ഡിവൈഡഡ് ബൈ 0.15. കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കുക. T2 ഈസ് ഈക്വൽ ടു 946 കെൽവിൻ അല്ലേ, 946 കെൽവിൻ. അപ്പോൾ അതിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? T2 ഞാൻ ഡിഗ്രി സെൽഷ്യസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 946 മൈനസ് എത്രയാണ് 273 മൈനസ് 273 കൊടുക്കുക. ആൻസർ എനിക്ക് വരുന്നു 673 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ T2 കിട്ടി. നമുക്കിനി എന്താ ചോദിച്ചുള്ളത്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് നമ്മുടെ ആദ്യത്തെ ഉള്ളത് അല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ U ഈസ് ഈക്വൽ ടു mCV T2 മൈനസ് T1. CV നമുക്ക് തന്നിട്ടുണ്ട് 0.714. T2 നമ്മൾ കണ്ടുപിടിച്ചു, M കണ്ടുപിടിച്ചു. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. M വാല്യൂ എത്രയാണ്? M വാല്യൂ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1.108. ഓക്കെ, 1.108 ഇൻറ്റു 0.714 ആണെന്ന് നമ്മളുടെ എന്ത് CV. അപ്പോൾ അതിന് നമ്മൾ എന്ത് എഴുതണം? 0.714 നമ്മൾ 714 ജൂൾ പെർ kg കെൽവിൻ. അതേപോലെ ഇത് ഇതാണ് 1 കിലോ ജൂൾ. അപ്പോൾ 1 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അല്ലേ, 1 കിലോ അല്ല 1 ജൂൾ 1000 ജൂൾ പെർ kg കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എത്രയാണ്? CV വാല്യൂ വന്നിട്ട് എൻ്റെ 714, T2 വാല്യൂ വന്നിട്ട് കെൽവിനിൽ എനിക്ക് എത്രയാണ്? 946. T1 വാല്യൂ വന്നിട്ട് എനിക്ക് കെൽവിനിൽ എത്രയായിരുന്നു? 473. ഓക്കെ, അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ ആൻസർ വന്നിട്ട് എനിക്ക് 374 195.976 ജൂൾ. അപ്പോൾ അത് ഒരു 1000 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിൻ്റ് ഇങ്ങോട്ട് കയറി വരും അല്ലേ, 374.195 കിലോ ജൂൾ. അപ്പോൾ അത് കിട്ടി. ഇനി നമ്മളുടെ വർക്ക് ഡൺ. ഓക്കെ, ഇതിപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? വർക്ക് ഡൺ 1 2 എത്രയായിരുന്നു? MR T2 മൈനസ് T1 അല്ലേ. MR T2 മൈനസ് T1 ആണ് നമ്മുടെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, MR T2 മൈനസ് T1. അപ്പോൾ അതിൽ നമ്മൾ വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R വാല്യൂ നമ്മളിവിടെ എത്രയാണ്? 256 ജൂൾ പെർ kg കെൽവിൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1.108 പിന്നെ എത്ര R വാല്യൂ ഇൻ ടേംസ് ഓഫ് ജൂൾ 256 ജൂൾ പെർ kg കെൽവിൻ. T2 വാല്യൂ 946 കെൽവിൻ. T1 വാല്യൂ 473 കെൽവിൻ. ഓക്കെ, എഴുതി കണ്ടില്ലേ? 1.108 ഇൻറ്റു 286 1.108. M വാല്യൂ കിലോഗ്രാം 286 ജൂൾ പെർ kg കെൽവിൻ. 946 കെൽവിൻ മൈനസ് 473 കെൽവിൻ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് എനിക്ക് 149,888.024 ജൂൾ വന്നു. അപ്പോൾ അത് ഞാൻ കിലോ ജൂൾ ആക്കുമ്പോൾ 149.88 കിലോ ജൂൾ. ഓക്കെ, ഇത് കിട്ടി. ഇനി അടുത്തെന്താ? നമ്മളുടെ ചേഞ്ച് ഇൻ എൻതാൽപ്പി. DH എന്തായിരുന്നു? mCp T2 മൈനസ് T1. ഓക്കെ, M വാല്യൂ എത്രയായിരുന്നു? നമ്മുടെ 1.108 കിലോഗ്രാം. ഇനി CP വാല്യൂ നമ്മൾ ജൂളിൽ എഴുതിയിട്ടുണ്ട് 1 കിലോ ജൂൾ. അപ്പോൾ അത് 1 കിലോ ജൂളിലാണ്, കിലോ ജൂൾ പെർ kg കെൽവിനിലാണ്. അപ്പോൾ നമ്മളതിനെ ജൂളിലേക്കാക്കുക. 1000 ജൂൾ പെർ kg കെൽവിൻ. T2 വാല്യൂ 946 കെൽവിൻ മൈനസ് T1 വാല്യൂ 473 കെൽവിൻ. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് എനിക്ക് 524.04.0. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എത്ര വന്നുള്ളൂ? അപ്പോൾ എത്ര എനിക്ക് ജൂളിലാണ് കിട്ടിയത്. അപ്പോൾ ആൻസർ ഇങ്ങനെ കറക്റ്റ് ഈ ഒരു ആൻസറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഇത് കിടക്കുന്നത് എന്താണ്? ജൂളിലാണ് അല്ലേ.
ഇനി നമ്മൾ കിലോ ജൂളിലേക്ക് ആക്കുമ്പോൾ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 524.084 കിലോ ജൂൾ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 1000 ജൂൾ. ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ജൂളിനെ നമ്മൾ കിലോ ജൂളാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് കിട്ടി. അതായത് ഇൻറ്റേർണൽ എനർജി കിട്ടി, വർക്ക് ഡൺ കിട്ടി, ചേഞ്ച് ഇൻ എൻതാൽപ്പി കിട്ടി. ഇത്തരം കാര്യമാണ് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത്.